2026 ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെയാണ് ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പിൽ വരാനായിട്ട് സാധിക്കുന്നത്? അത് പണിയിപ്പിക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി അവർക്കറിയാം. ഒരുപാട് വിസകളൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ എക്സ്പെൻസീവ് ആണ്. അത് റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ ഗൾഫിലെ നല്ല ജോലിയൊക്കെ കളഞ്ഞ് ഓസ്ട്രേലിയക്ക് വരുന്നുണ്ടുള്ള ഗുണമുണ്ടോ? അതിനു മുന്നേ ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞേക്കാം. കാരണം ഞാൻ നമസ്കാരം. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതെങ്ങനെ വരാനായിട്ട് സാധിക്കും? അത് ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ്, ഇവിടുത്തെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഭയങ്കര കൺഫ്യൂസ്ഡാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പല ന്യൂസുകളും വരുന്നുണ്ട്, ഏകദേശം 4,80,000 ആൾക്കാരോളം ഒരു വർഷം അടുത്ത 5 കൊല്ലത്തേക്ക് ഇനിയും വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് അതിൻ്റെ സാഹചര്യം കണ്ടെത്താനായിട്ട് സാധിക്കും? നമുക്കിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ട്. അതിൻ്റെ മാർഗ്ഗം എങ്ങനെയാണ്? ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? നമുക്ക് എങ്ങനെ ഒരു എംപ്ലോയറെ കണ്ടെത്താം? അല്ലെങ്കിൽ ഇവിടെ PR എങ്ങനെ കിട്ടും? എന്തുമാത്രം പൈസ ചിലവാകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് റോബിനാണ്. അദ്ദേഹം ഓസ്ട്രേലിയ വന്നിട്ട് വെറും 5 ദിവസമായിട്ടുള്ളൂ. അദ്ദേഹം പറയും ഈ 2026 ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെയാണ് ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പിൽ വരാനായിട്ട് സാധിക്കുന്നത്, അത് എല്ലാവരെയും കൊണ്ടും സാധിക്കും. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണണം. റോബിൻ വേണ്ട എല്ലാ ഇൻഫർമേഷനും തരുന്നതായിരിക്കും. റോബിനെ നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെ ഓസ്ട്രേലിയ വന്ന് പൊളിക്കാനുള്ള പ്ലാനിലാണോ വന്നേക്കുന്നത്? ആക്ച്വലി പൊളിക്കാനുള്ള പ്ലാനൊന്നുമല്ല. നമ്മൾ ഇങ്ങോട്ട് വരണം എന്നുള്ള വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിസിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ആക്ച്വലി ഇപ്പോൾ വന്നിട്ടൊരു 5 ഡേയ്സേ ആയിട്ടുള്ളൂ. അപ്പം എന്താ പറയുക, നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും ഉണ്ടല്ലോ. ഇപ്പോൾ റിയാലിറ്റി ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഓസ്ട്രേലിയൻ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അത് ആക്ച്വലി നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി നമുക്ക് ഇവിടെ വരുമ്പോഴേ അതിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു സ്ട്രക്ചറൈസ്ഡ് ആണ് ഇവർ പോകുന്നത്. ആക്ച്വലി എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയുക ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അവരുടെ കൂടെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെത്തണം. റോബിൻ നാട്ടിൽ പത്തനംതിട്ട അല്ലേ? എൻ്റെ വീട് പത്തനംതിട്ട ആണോ? അപ്പോൾ പത്തനംതിട്ടയും മെൽബണും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം കാണുന്നുണ്ടോ? അതോ എനിക്ക് മെൽബൺ, ഞാനിപ്പോൾ ഫ്രാങ്ക്സ്റ്റണിലാണ് ആക്ച്വലി. സോ ഫ്രാങ്ക്സ്റ്റൺ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി കൺട്രി സൈഡ് പോലെ വരുന്നത്, എന്നാലും ബെറ്റർ ആണ് കമ്പാരിറ്റീവ്ലി. ബീച്ചൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പോകാൻ സമയം കിട്ടുമോ? അതോ ആക്ച്വലി നമ്മുടെ ഡ്യൂട്ടി ഷെഡ്യൂൾ അതുപോലെയാണ്, ടൈറ്റ് ആണ്. അപ്പം ഉണ്ട്, നമുക്ക് 2 ഡേയ്സ് ഓഫ് ആണ്. സോ അങ്ങനെ വീക്കെൻഡ്സ് ഡ്യൂട്ടി ഇല്ല. അപ്പം ആ സമയത്ത് പോകാറുണ്ട്. ഒന്ന് നമുക്ക് റിലാക്സ്, നമുക്കൊന്ന് ഫ്രഷ് ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നമുക്ക് നല്ല പിക്ചറൈസ്ഡ് വ്യൂ ആണ്. ആക്ച്വലി നമുക്ക് അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇവിടെയുള്ള ആൾക്കാരായിരുന്നു പ്രൊമോട്ട് ചെയ്യുന്നത് ലൈഫാണ്. അതെ, നമ്മളിങ്ങോട്ട് വന്നതും ലൈഫ് സ്റ്റൈലിനാണെന്നാണ് ഇവരോട് പറയുന്നത്. പക്ഷെ നമ്മൾ പണിയാൻ വന്നവരാ. അതെ, നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവര് നമുക്ക് പെർ അവർ വേജസ് തരുന്നുണ്ടെങ്കിൽ ദേനോ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് അത് പണിയിപ്പിക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി അവർക്ക് അറിയാം. അപ്പം നമ്മൾ ആ സിസ്റ്റത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഡ്യൂട്ടി അവേഴ്സിൽ നമ്മൾ പെർ അവർ വേജസ് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 7 അവർ 8 അവർ ഡ്യൂട്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പം ഫിസിക്കൽ വർക്കിനെക്കാട്ടി കൂടുതൽ നമ്മൾ മെൻ്റലിയും കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നമ്മൾ ഫിസിക്കൽ വർക്ക് മാത്രമല്ല, നമുക്ക് ഇവരുടെ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ആണെങ്കിലും ഇച്ചിരി ഒരു എന്താ പറയുക, നല്ല എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണ് പോകുന്നത്. ഒരു ചെറിയ ഇൻസിഡൻറ്റ് പോലും നമ്മളത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അത് നമ്മുടെ സേഫ് സൈഡിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരാൾ വരുമ്പം അവർക്ക് ചെറുതായിട്ട് കോപ്പി ചെയ്തെടുക്കാൻ ഇച്ചിരി ടൈം എടുക്കും. കാരണം നമുക്ക് ഇത്രയും സിസ്റ്റമൈസ്ഡ് അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ കുറേ കൂടെ പ്രൊസീജിയർ ചെയ്ത് അങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷേ ഇവർ അതെല്ലാം ഡോക്യുമെൻറ്റോടെ ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ സിസ്റ്റംസും ഭയങ്കര അധികം ഡിഫറെൻ്റ് ആണ്. അതിന് മുന്നേ ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞേക്കാം. കാരണം ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിലാണ് ഞാൻ പഠിച്ചത്. സോ ഞാൻ ലാസ്റ്റ് 2 ഇയർ ഒമാനിലുണ്ടായിരുന്നു, മസ്കറ്റിൽ. സോ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി ഞാൻ കുറച്ചും കൂടെ എൻ്റെ എന്താ പറയുക, ക്ലിനിക്കൽ ബേസ്ഡ് ആയിരിക്കും വരിക. അപ്പോൾ എൻ്റെ ആൻസേഴ്സ് ആണെങ്കിലും അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ബേസിലായിരിക്കും ഞാൻ പറയുക.
പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല നമുക്ക് കേരളത്തിൽ നിന്നായാലും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായാലും ഈവൻ മിഡിൽ ഈസ്റ്റ് ദുബായിൽ നിന്നോ ഖത്തറിൽ നിന്നോ സൗദിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാനായിട്ട് താല്പര്യമുണ്ട്. പ്രധാനമായിട്ടും അവർക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും, ഫാമിലി ടുഗെദറായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും, ഒരു നല്ലൊരു ലൈഫ് പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അനുസരിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ മൈഗ്രൻസിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്. ബിറ്റ് ഹാർഡാണ് ശരിക്കും, ഒരുപാട് വിസകളൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോബിന് എന്ന് മുതലാണ് ഓസ്ട്രേലിയക്ക് വരാനായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്? ആക്ച്വലി ഓസ്ട്രേലിയ എന്നൊരു സ്വപ്നം ഞാൻ വളരെ ഒരു 4-5 വർഷം മുന്നേ തൊട്ടേ കാണാൻ തുടങ്ങിയൊരു സ്വപ്നമാണ്. പക്ഷെ ആക്ച്വലി ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1 year 1.5 years എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. സോ എല്ലാം കൂടെ കൂട്ടി ഒരു 1 year എബവ് ആയിട്ടുണ്ട് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 1 year എബവ് എന്ന് പറയുന്നത് വലിയ കൂടുതലല്ലോ. അല്ലല്ല, നമ്മൾ കറക്റ്റ് ടൈമിൽ നമുക്കൊരു ഐഡിയ വേണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 1 year ഈസ് ഇനഫ് എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പം കറക്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എന്തുമാത്രം വേണം? എക്സ്പീരിയൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഫിസിയോയുടെ കേസ് തന്നെ പറയാം. ഇപ്പം എനിക്ക് മൊത്തം ടോട്ടൽ ഒരു 5.5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഫിസിയോതെറാപ്പിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട്. സോ മോസ്റ്റ്ലി അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു 2 to 3 years മണ്ടയിലുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ കൺവിൻസ്ഡ് ആയിരിക്കും. കാരണം അവർക്ക് പെട്ടെന്നൊരു ഫ്രഷേഴ്സിനോടൊന്നും അത്ര ഒരു താല്പര്യമില്ല. എംപ്ലോയേഴ്സ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് എക്സ്പീരിയൻസിലാണ്. കാരണം അവർക്ക് ലെസ് എഫേർട്ട് ഇട്ടാൽ മതി ആളെ ട്രെയിൻ ചെയ്യാൻ. സോ ആൾ ഓൾറെഡി എക്സ്പീരിയൻസ് ആണെങ്കിൽ അവർക്ക് അത്രയും കൂടെ എളുപ്പമാണ്. സോ അതുകൊണ്ടാണ് അവർ ഓസ്ട്രേലിയ പൊതുവെ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കുറച്ചുകൂടെ. ഞാൻ ആക്ച്വലി എഴുതുന്നത് OET ആണ്. സോ IELTS എഴുതാം, PTയും എഴുതാം. സോ OET എഴുതുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് 4 മൊഡ്യൂളും B ഉണ്ടായിരുന്നു. സോ ബി ഉണ്ടെങ്കിലാണ് ഓസ്ട്രേലിയക്ക് കുറച്ചും കൂടെ എന്താ പറയുക പെർഫെക്റ്റ് ആണ്. അവർ എല്ലാ മൊഡ്യൂളും B ആണ് പറയുന്നത്. അഫ്ര എന്ന് പറഞ്ഞൊരു ഇതാണ് നമുക്കൊരു ലൈസൻസിങ് വേണം. അതായത് നമ്മളിപ്പോൾ ഒരു ഫിസിയോയോ നേഴ്സോ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷൻ, അതൊരു റെഗുലേറ്റഡ് പ്രൊഫഷൻ ആണെങ്കിൽ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന അഫ്ര എന്നൊരു ബോഡിയാണ്. സോ അഫ്രയുടെ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഈ ഇംഗ്ലീഷിൻ്റെ മിനിമം ഇത്ര റിക്വയർമെൻറ്റ് വേണമെന്നുള്ളത്. അല്ലാതെ ഇവിടുത്തെ എംപ്ലോയർ ഒരിക്കലും പറയുന്നതല്ല. അത് നമുക്ക് രജിസ്റ്റർഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS OET വേണം, മസ്റ്റാണ്. സോ പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കണമല്ലോ. ഇവിടുത്തെ അഫ്ര രജിസ്ട്രേഷൻ എടുക്കണം. അതേപോലെ തന്നെ റോബിൻ വന്നത് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ്. APC എന്നാണ്, ഓസ്ട്രേലിയൻ ഫിസിയോ കൗൺസിൽ. ഓക്കെ. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് നാട്ടിൽ നിന്ന്, അത് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ സാധിക്കുമോ, അതോ നമ്മൾ ഓസ്ട്രേലിയ വന്നതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ? ഓസ്ട്രേലിയ വരണമെന്നില്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. മിഡിൽ ഈസ്റ്റ് എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. കാരണം നേരത്തെ അവർ APCയുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ ലാസ്റ്റ് ഇയറിന് മുന്നേ വരെ നമ്മളിവിടെ ക്ലിനിക്കൽസ്, അതായത് OSCE എന്ന് പറയും, നമ്മുടെ ക്ലിനിക്കൽസ് ഓസ്ട്രേലിയ വന്ന് മെൽബണിൽ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ അത് ഈ വർഷം തൊട്ട് അവർ ഓൺലൈനാക്കി. സോ ഏതെങ്കിലും ഒരു ക്ലിനീഷ്യൻ നമ്മുടെ ഓൺലൈനുമായിട്ട് വന്നിട്ട് ആളുമായിട്ട് നമ്മളൊരു 1.5 hours അല്ലെ 2 hours ആണെന്ന് തോന്നുന്നു, 2 hours നമ്മൾ ഡയറക്റ്റ് അവർ നമ്മളെ എന്താ പറയുക ഒരു ഓപ്പൺ ബുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരിക്കും. സോ അവരെ നമ്മൾ അസസ് ചെയ്യും. നമ്മളെ പല രീതിയിലും പല ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ അസസ് ചെയ്തിട്ട് അങ്ങനെയാണ് വരിക. പിന്നെ ഒരു ക്ലിനിക്കൽ എക്സാം ഉണ്ട്, അതായത് നമ്മുടെ റിട്ടേൺ എക്സാം ഉണ്ട്. റിട്ടേൺ എക്സാമും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓൺലൈനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 times in a year, അതായത് 4 ടൈമുണ്ട്. ഏതോ അതിന് ഡിസംബർ, മാർച്ച് അങ്ങനെയൊക്കെയുള്ള ഓരോ ടൈമിൽ വർഷത്തിൽ 4 തവണ അത് നടക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മളതിന് പ്രിപ്പയർ ചെയ്ത് റിട്ടേൺ എഴുതുക. ദെൻ ക്ലിനിക്കൽസ്, പിന്നാണ് ഏറ്റവും അവസാനമാണ് നമുക്ക് ഈ OET ഇതൊക്കെ വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു കാര്യം ചോദിച്ചില്ല, അപ്പോൾ നാട്ടിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത് അക്സെപ്റ്റഡ് ചെയ്യുമോ, അതോ അതെങ്ങനെ ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നാട്ടിലെ അതായത് ഇവർ പറയുന്നത്, ഓസ്ട്രേലിയൻസ് പറയുന്നത്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട് നാട്ടിൽ. സോ നമ്മൾ അവരുമായിട്ട് നമുക്ക് അവരുടെ ലൈസൻസിങ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഡസൻ മാറ്റർ, അവരത് അക്സെപ്റ്റ് ചെയ്യും. ഇന്ത്യൻസിൻ്റെ എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ബാച്ചിലർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4.5 years ബാച്ചിലർ ഡിഗ്രിയാണ്. സോ അതിൻ്റെ അകത്ത് ഓൾറെഡി ഇവരെക്കാട്ടിൽ കൂടുതലും നമ്മൾ തിയറി ബേസിൽ കവർ ചെയ്യുന്നുണ്ട്. സോ അത് അവർക്കൊരു പ്രശ്നമല്ല. അങ്ങനെ കാരണം ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ ഇപ്പോൾ ഇവരെടുക്കാറില്ല. അവരുടെ സർട്ടിഫിക്കറ്റുകൾ
വിസയ്ക്കായിരിക്കും. അല്ലേ, അല്ലാതെ വർക്ക് ചെയ്യാൻ വരുന്നതിന് നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എവിടെന്നെങ്കിലും ബാച്ചിലർ ഡിഗ്രി നമ്മൾ ഫിസിയോയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് IAP സർട്ടിഫിക്കേഷൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് എടുക്കാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോട് കൊടുത്തേ ഇതിനൊക്കെ എന്തുമാത്രം ചിലവ് വരും? നമുക്ക് നേരെ ബാച്ചിലേഴ്സ് കഴിയുക, അപ്പം തന്നെ നമ്മൾ ഇതിനുള്ള APCയുടെ കോച്ചിങ് പഠിക്കാൻ തുടങ്ങുക. പഠിച്ചിട്ട് നമ്മൾ കുറച്ച് നാൾ പഠിച്ചിട്ട് നമ്മൾ ഈ എക്സാം ബുക്ക് ചെയ്ത് എഴുതാമെന്ന്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് അറൗണ്ട് ഒരു എങ്ങനെ പോയാലും ഒരു 10,000 AUD ഒക്കെ ആകും വരും. അതായത് ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് എടുത്തു ഉറപ്പായിട്ടും വന്നിരിക്കും. അത് ഇതിൻ്റെ രജിസ്ട്രേഷൻസ് മാത്രമാണ് APC രജിസ്ട്രേഷൻ, അഫർ രജിസ്ട്രേഷൻ വരെ എത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ പൈസകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഓസ്ട്രേലിയ എക്സ്പെൻസീവ് ആണ്. അത് ഞാൻ റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുവാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്ക്. പക്ഷെ ആൾക്കാർക്ക്, നമ്മുടെ മലയാളികൾക്ക് വേണമെങ്കിൽ പൈസ മുടക്കാം. കാരണം നമുക്ക് ഏകദേശം ഒരു ഗ്യാരണ്ടി കിട്ടുവാണ്. ഇപ്പം ഫിസിയോ ആണെങ്കിൽ എന്തുമാത്രം ഷോർട്ടേജ് ഇവിടെ ഉണ്ട്. അതെ അതെ, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഓസ്ട്രേലിയയിൽ റിയലി ഇപ്പം അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിസ കൊടുക്കുന്നില്ല, നമുക്ക് അങ്ങനെ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അവർക്ക് റിയലി ഇഷ്ടം പോലെ വേക്കൻസീസ് ഉണ്ട്. അവർക്ക് വേണം ആൾക്കാരെ, കാരണം ഏജ്ഡ് പോപ്പുലേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കോളേജസ് ഒന്നും ഫിസിയോസിനില്ല. ഫിസിയോസ് ഇല്ലാത്തതുമല്ല, പിന്നെ ഹൈ മാർക്ക് 95 എബോവ് ഉണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ അതുകൊണ്ട് കുറച്ച് അതാണ് അവർ അത്രയും ടൈറ്റ് ആക്കി വെക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളെ അവർ അത്രയും ഹാർഡായിട്ട് അസസ് ചെയ്ത് കയറ്റുന്നത്. ചുമ്മാ ഒരാൾക്ക് വരാൻ പറ്റില്ല. സോ അവരെ എല്ലാ സൈഡിൽ നിന്നും എല്ലാ ആസ്പെക്റ്റിൽ നിന്നും അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ രജിസ്ട്രേഷൻ കൊടുത്ത് വരുവുള്ളൂ, കയറാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെ. അതെ. അപ്പോൾ അതാണ് നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടായ്പ കോഴ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കണ്ട. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എന്താണ് കോർണർ കട്ട് ചെയ്ത് ഒരിക്കലും വരാൻ പറ്റില്ല. പ്രോപ്പർ വഴി കൂടെ മാത്രമേ. ഈ എക്സ്പീരിയൻസിനും നമ്മളിപ്പം ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഒരു കള്ള എക്സ്പീരിയൻസ് എടുക്കുക, ഒരു 2-3 വർഷത്തെ കാണിക്കാൻ അവർ പൊക്കും. കാരണം നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്നിടത്ത് ഇവർ മെയിലായിരിക്കും. ഇപ്പം ആ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആരാണോ സൂപ്പർവൈസറോ HOD അല്ലെങ്കിൽ നമ്മുടെ HR അവരുടെ മെയിൽ ഇവർക്ക് വേണം. ആ മെയിൽ ഒരു പേഴ്സണലിൽ നിന്നൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് ഏത് ഫേമിലാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ഒഫീഷ്യൽ മെയിലിൽ നിന്ന് അയച്ചാൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതർവൈസ് ഇവർ അക്സെപ്റ്റും ചെയ്യത്തില്ല, അവർ റിപ്ലൈയും കൊടുക്കത്തില്ല. നമ്മുടെ പ്രോസസ്സിങ് സ്റ്റക്കായിട്ട് കിടക്കുകയും ചെയ്യും. സോ അവർ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലൊന്ന്. കാരണം $10,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് അതിന് മുടക്കുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ ജോബ് ഹണ്ടിങ് തുടങ്ങും. ജോബ് ഹണ്ടിങ് അതൊരു വേറെ സെഷനാണ് ആക്ച്വലി. ഇത് നമ്മൾ ഓർക്കും ഈ രജിസ്ട്രേഷൻ കിട്ടിയാൽ നമ്മളെല്ലാം ആയെന്ന്. ഒന്നുമല്ല, ശരിക്കുള്ള തുടങ്ങുന്നതേ ഉള്ളൂ. സോ ആക്ച്വലി ഈ എംപ്ലോയീസ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ നാട്ടിൽ കൊടുക്കുന്ന CV പോലെ കൊടുത്താൽ ഇവർ മൈൻഡ് ചെയ്യത്തില്ല. ഇവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഇവർ ചില ക്രൈറ്റീരിയയിൽ ഇവർ ഈ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇപ്പം പേഷ്യൻറ്റിൻ്റെ കുറച്ച് എന്താ പറയുക, നമ്മൾ ഈ നാട്ടിൽ ട്രീറ്റ് ചെയ്യുന്നതല്ല. ഇപ്പോൾ ഇവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം ഇവർക്കത് ബെനഫിഷ്യൽ ആണെന്ന് ഇവർക്ക് തോന്നണം. ലൈക്ക് ആ രീതിയിലാണ് നമ്മൾ കുറേ കൂടെ പാമ്പർ ചെയ്താണ് ഇവരെ നോക്കുന്നതും കാര്യങ്ങളും. അപ്പം ഇതൊക്കെ നമ്മുടെ CVയിലും സ്ട്രക്ചറൈസ് ചെയ്യണം. കുറച്ച് ചെറിയ ചെറിയ എന്താ പറയുക പോയിന്റുകളാണെങ്കിലും നമ്മളത് എടുത്ത് ഹൈലൈറ്റ്, അതായത് ഈ കുറച്ച് എമ്പതിയും മനസ്സിലായി കുറേ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ അതെ ഒരു കൺസേൺഡ് ആയിട്ട് നമ്മൾ കാണിക്കണം. അതായത് നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഇതൊക്കെയാണ്, നമ്മൾ ഇന്ന കാര്യങ്ങൾ മികച്ചതാണ് എന്നുള്ള. ഇപ്പം ചുമ്മാ ഒരു വേക്കൻസീസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരൊരു ക്ലിനിക്കിനാണ് ഇടുന്നതെങ്കിൽ ആ ക്ലിനിക്കിൻ്റെ ബാക്കിൽ പോവുക. അതായത് അവരിൽ എന്തൊക്കെ കേസുകളാണ് നോക്കുന്നത്, എങ്ങനെയൊക്കെയുള്ളതാണ് അവർ നോക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് CV സ്ട്രക്ചറൈസ് ചെയ്തിട്ട് അത് അവിടെ കൊടുക്കുക. അല്ലാതെ ഒരു CV ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അത് പോകുന്ന സ്പീഡ് തിരിച്ചു വരും. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ കുറേയൊക്കെ സ്കാനിങ്ങും ചെയ്യുന്നുണ്ടെന്ന് ചില ATS പോലെ സ്കാനിങ് ചെയ്യുന്നുണ്ട്. ATS ഫ്രണ്ട്ലി അതിനുശേഷമാണ് ഇവരെ ചെല്ലുള്ളൂ. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ CVയിൽ ഉണ്ടോ എന്ന് നോക്കും. അത് അങ്ങനെയുള്ള CVകൾ മാത്രം അവരെടുത്തിട്ട് ബാക്കി തന്നെ റിജക്ട് ചെയ്യും. റോബിൻ ഏതാണ് ഓൺലൈനിൽ കൂടിയാണ് ആപ്ലിക്കേഷൻ സീക്ക് പോലത്തെ ഉള്ള അല്ലെങ്കിൽ ലിങ്ക്ഡിൻ എന്തിലൂടെയാണ് റോബിൻ? ഞാൻ ആക്ച്വലി എൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ ഈ ഫിസിയോസിന് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിസിയോസ് ഗ്രൂപ്പ്സിൽ അവരിങ്ങനെ അതായത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ആ ഫ്രണ്ട് ത്രൂ കിട്ടിയതാണ് എനിക്ക് എന്താ പറയുക ഈ ഒരു ലിങ്ക്. അപ്പോൾ ഇവരിങ്ങനെ എംപ്ലോയർ സ്പോൺസേർഡ് ചെയ്യാൻ വില്ലിങ് ആണ്. അത് ഇവരുടെയൊക്കെ ക്രൈറ്റീരിയ അവരുടെ ഇതും ഇട്ടാടാ സ്പോൺസർഷിപ്പ് 482 അവൈലബിൾ ആണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിട്ട്
അങ്ങനെയാണ് ഞാൻ അവർക്ക് ഇട്ടുകൊടുത്ത് എംപ്ലോയറിന് ഇട്ടുകൊടുത്തിട്ട് എംപ്ലോയർ വില്ലിങ് എംപ്ലോയർ CV കണ്ടിട്ട് എംപ്ലോയർ ഇനി ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമായിരുന്നു. സോ അതിപ്പോൾ ലിങ്ക് നമുക്ക് സിക്കിന്ന് നമ്മൾ ഷെയർ ചെയ്ത് വരും, പല ലിങ്കുകൾ വരുമല്ലോ. പക്ഷെ മോസ്റ്റ്ലി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. സിക്ക് നമുക്ക് അറിയാൻ പറ്റും, നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് ഈ വേർഡ്സ് അടിച്ചു കൊടുക്കുക 482 സ്പോൺസേർഡ് റോൾസ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ വരും, അത് ആരൊക്കെയാണോ വില്ലിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ കുറേ കൂടെ എനിക്ക് തോന്നുന്നു ലൈസൻസ്, ഓസ്ട്രേലിയൻ ലൈസൻസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഇന്ത്യൻ ലൈസൻസ് ഇവിടെ വർക്കാവുമെന്ന് തോന്നുന്നു, ഒരു 6 months ഓടിക്കാമെന്ന് തോന്നുന്നു. സോ അതുപോലെ അപ്പോൾ അവർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് 6 monthsലോ അങ്ങനെ എന്തോ ചെയ്യാം ഇവിടെ. അതെ അതെ, എനിക്ക് PR കിട്ടിയതിന് ശേഷം പറ്റിയല്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ വിസയിലാണെങ്കിൽ പറ്റും, 482-ലാണെങ്കിൽ പറ്റും. അതെ അതെ. അപ്പോൾ ഈ 482-ലാണ് ഇവിടെ വരുന്നത്. അതെ, ഈ 482 എടുക്കാൻ വേണ്ടി എത്ര, അത് എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നുണ്ട്, എംപ്ലോയർ ആണ് പേ ചെയ്യുന്നത്, നമ്മൾ തന്നെ പേ ചെയ്യണോ? അത് 50-50 ആയിരിക്കും. ലൈക്ക് എംപ്ലോയറിനൊരു കട്ട ഉണ്ടായിരിക്കും, അതായത് എംപ്ലോയറിൻ്റെ ഈ സ്റ്റാഫ് ലേവി അങ്ങനെയൊക്കെ ഇവർക്ക് ഈ ഗവൺമെന്റ് അത് എംപ്ലോയർ കവർ ചെയ്യും. പക്ഷെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ നമ്മൾ തന്നെ കൊടുക്കണം. നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ്, ഇംഗ്ലീഷ് ടെസ്റ്റ്, പോലീസ് ക്ലിയറൻസ്, അങ്ങനെയൊക്കെ വരുന്ന കുറേ കോസ്റ്റുകൾ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഒരു 50-50 ആയിരിക്കും. അറൗണ്ട് ഒരു 12,000 AUD ഇതിന് മൊത്തത്തിൽ എന്നാൽ ഇവർക്കും പോകും, ഈ നമ്മുടെ ഇമിഗ്രേഷൻ ലോയറിനും പേയ്മെന്റ് പോകും. അതും സ്പ്ലിറ്റഡ് ആയിരിക്കും. ഒരു സൈഡ് ഞാൻ കവർ ചെയ്യും, ഒരു സൈഡ് എംപ്ലോയർ കവർ ചെയ്യും. അപ്പം ഈ ഇമിഗ്രേഷൻ ലോയർ ത്രൂ ആണ് വന്നത്, അതോ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് വിസ കിട്ടാനായിട്ടുള്ള സാധ്യത? വിസ ഞാൻ ആക്ച്വലി ഇമിഗ്രേഷൻ ലോയറിൻ്റെ ഹെൽപ്പ് എടുത്തത്, അതായത് മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെ ഹെൽപ്പ് എടുത്തായിരുന്നു. എൻ്റെ ഏജൻസി കോട്ടയത്തുള്ളതാണ്. സോ അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആക്ച്വലി അവരുടെ മൈഗ്രേഷൻ ഏജൻറ്റ് ആക്ച്വലി വളരെ നല്ലതാണ്. സോ ഷീ റിയലി ഹെൽപ്പ്. അതായത് എല്ലാ കാര്യങ്ങളിലും പുള്ളിക്കാരി കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസും പോലും നോക്കിയിട്ടുണ്ട്. കാരണം ഓസ്ട്രേലിയ എല്ലാം നോക്കും. റിജക്ഷൻ അത് അങ്ങനെ വരാതിരിക്കാൻ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് റീഡ് ചെയ്ത് ഭയങ്കര ടൈം എടുത്തിട്ടാണ് ഇത് ലോഡ്ജ് ചെയ്തത്. അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി ഒമാനിൽ നിന്ന് നാട്ടിൽ ഒരു വട്ടം ഒരു ചെറിയൊരു 1 month നമ്മളൊരു ആനുവൽ ലീവിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1 month, ജസ്റ്റ് 1 month പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പുള്ളിക്കാരി ലോഡ്ജ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് റോബിൻ, ഇത് ഒരു 1 month ഗ്യാപ്പ് പാസ്പോർട്ടിൽ കാണുന്നുണ്ടല്ലോ, ഇതെങ്ങനെ നാട്ടിൽ പോയിട്ട്? അപ്പോൾ ഞാൻ പറയാം ആനുവൽ ലീവിന് പോയി. സോറി, അതും ഡിക്ലെയർ ചെയ്തേക്കാൻ പറഞ്ഞു. അതും ഞാൻ ഡിക്ലെയർ ചെയ്തു. ഒരു ഡൗട്ടും വേണ്ട. കാരണം അവർക്ക് എങ്ങും ഒരു ഡൗട്ട് പാടില്ല, മനസ്സിലായി? അവർക്ക് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അപ്പൊ തന്നെ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അവരതിനാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ കേസ് ഓഫീസർ അത് വായിക്കും, മനസ്സിലായി? അത് അവരൊക്കെ എല്ലാം നോക്കിയിട്ടേ കയറ്റത്തുള്ളൂ. ചുമ്മാ ഇവനെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, അവരെല്ലാം നോക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ ഹെൽപ്പ് ത്രൂ ആണ് വന്നത്. ഞാൻ വേണമെങ്കിൽ അവരുടെ പറയാം. വണ്ടോർവേ എന്നാണ്, വണ്ടോർവേ കോട്ടയം ഉള്ളതാണ്. സോ നിഷ എന്നാണ് എൻ്റെ മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെ പേര്. സോ ഷി വാസ് റിയലി ഗുഡ് ആക്ച്വലി. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവർ ആക്ച്വലി ട്രാൻസ്പെറൻ്റ് ആണ്. സോ അവർ ഒരുപാട് ചാർജ് അങ്ങനെയൊന്നും ഇല്ല. അവർ എത്രയാണോ കറക്റ്റ് പറഞ്ഞത് അതാണ് അവിടുത്തെ നോർമൽ. ആ നോർമലേ എടുക്കുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ചില ഏജൻസികളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പേര് ഈ വിസ തരാം, ഞങ്ങൾ ഇത്ര പൈസ തരാം, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ കേസുകളുണ്ട്. ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ പറ്റിയിട്ട് നടക്കുന്നത്. ആൾക്കാർക്ക് അറിയത്തില്ല, അവരങ്ങ് പൈസ കൊടുക്കാൻ അറിയാം. എനിക്ക് ഒരുപാട് നേഴ്സുമാരെ അറിയാം. ഞാൻ ആക്ച്വലി ഒമാനിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവർക്ക് അവിടുത്തെ പ്രൊസീജിയേഴ്സ് അറിയത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു ഏജൻസി വന്നിട്ട് പറയും നമ്മളിങ്ങനെ ചെയ്തു തരാം, നമ്മൾ മീൻസ് വിസ തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ പൈസ ഒരുപാട് ഈടാക്കുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പോൾ ഇവർ കണ്ണുമുട്ടിയും കൊടുക്കുകയാണ്. സോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരാദ്യം ഒരു നിശ്ചയ എമൗണ്ട് മേടിക്കും, അതിനുശേഷം സംസാരമുള്ളൂ. അങ്ങനല്ല, ഇവർ പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പഠിക്കാൻ ഇത്ര എമൗണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രൊസീജിയറിൽ അടുത്ത എമൗണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊസീജിയറിൽ അടുത്ത എമൗണ്ട്, അങ്ങനെയൊന്നും ഇല്ല. എന്തിനാ അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മൾ കറക്റ്റ് പൈസ എന്ന് പറയുമ്പോൾ ലോഡ് ചെയ്യുമ്പോൾ മതി പൈസ, അതിന് മുന്നേ പൈസ വേണ്ട. എനിക്കൊന്ന് അതുവരെ ലൈക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ എമൗണ്ട് ഈ മാര ഏജന്റിന് കൊടുത്തത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അവർക്ക് വേണമായിരുന്നു. അല്ലാതെ എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ ബന്ധക്കാരുടെയോ അതുപോലെ അവർ സമ്മതിക്കത്തില്ല. കാരണം അവർ പറയുന്നത് ഒരു വർക്കിന് പോകുന്ന ഒരാൾ വർക്ക് വിസയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ കേപ്പബിൾ ആണ് നമ്മൾ തെളിയിക്കണം. ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാദർ മദർ എന്നുള്ള ഹെൽപ്പ് എടുക്കാൻ, മനസ്സിലായല്ല? അതും അവർ ശ്രദ്ധിക്കും, മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ വർക്ക് പെർമിറ്റിൽ വരുമ്പോൾ നാട്ടിൽ നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അസറ്റോ കാണിക്കണോ, അതോ സ്റ്റുഡൻറ്റ് നമുക്ക് നേരിട്ട് പോരാ? അങ്ങനെ വർക്ക് വിസയ്ക്ക് അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ സ്റ്റുഡൻസിനും അത് എംപ്ലോയറിന് ക്രൈറ്റീരിയ പോകും. അവരുടെ എങ്ങനെയാണ് ബിസിനസ് നോക്കും, അവരുടെ ബിസിനസ്സിന് ഇന്ന ആളെ കൊണ്ടുവരാൻ ഈ ഒരു സാലറി കൊടുക്കാനുള്ള
കേപ്പബിലിറ്റി ഉണ്ടോ അതൊക്കെ അവർ ചെക്ക് ചെയ്യും. അതായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു പേയ്മെൻറ്റുകളാണ് വരിക. അതായത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫീസ്, ഏജൻറ്റ് ഫീസ്, അങ്ങനെയൊക്കെ വരുന്ന ഈ 482 വിസ എത്ര നാളത്തേക്കുള്ളതാണ്? 482 നോർമലി 4 years ആണ്. സോ എൻ്റെയൊക്കെ 3 years ആണ് അവരടിച്ചിരിക്കുന്നത്. സോ അത് നമ്മുടെ ഭാവിയിലേക്ക് 186 കൺവേർട്ട് ചെയ്യാനുള്ള വിസാസ് ആണ് അല്ലേ? അപ്പോൾ അത് അപ്പോൾ നമുക്ക് PR എപ്പോഴാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ആഫ്റ്റർ 2 years. അതിപ്പോൾ നമ്മൾ എംപ്ലോയറിനോട് നിൽക്കുന്ന പോലെ ഇരിക്കുക. അവർക്ക് അവരുമായിട്ടുള്ള ടേംസ്, അവർക്ക് നമ്മളെ വില്ലിങ് ആണ്, മീൻസ് അവർക്കും എന്താ പറയുക, അതെ അവർക്ക് അങ്ങനെ ഒരു അസറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിവിടെ വന്നിട്ട് എംപ്ലോയീസിനോട് അതേ ഒരു നമ്മളൊരു റിലേഷൻസ് കീപ്പ് ചെയ്യാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല, അത് അവർ തരും. അല്ലാതെ നമ്മൾ അങ്ങനെ ഒന്നും നമ്മളിപ്പോൾ വേറെ കിട്ടുമ്പോൾ വേറെ പോവുക, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വേണം നമുക്ക്. അത്ര ഇവിടെ പേയ്മെന്റ് എല്ലായിടത്തും സെയിം ആണെന്ന് തോന്നുന്നല്ലേ? മിക്കവാറും എല്ലായിടത്തും പേയ്മെന്റ് ലൈക്ക് ഈ സാലറിയാണ് ഉദ്ദേശിച്ചത്. സാലറി ഡിഫറെന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കും. എക്സ്പീരിയൻസ് ബേസ്ഡ് ചെറുതായിരിക്കും. എങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും അവർ ഓസ്ട്രേലിയയിലോട്ട് നമ്മൾ വരുമ്പോൾ അവർ ഫ്രഷറായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസിനാണ് അവർ പൈസ തരുന്നത്. ഇപ്പം നമ്മളൊരു 2 years അല്ലെ 1 year കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ കൂടാം. ഓക്കെ, എന്നാലും നമുക്ക് ഒരു കോൺട്രാക്റ്റ് ആണ് നിങ്ങളുടേത്? നമ്മുടെ ഹവർലിയാണ് പേയ്മെന്റ് വരിക. മിനിമം എത്ര അവർ ഉണ്ട്? മിനിമം എത്ര അവർ 37 or 38 hours per week ആണ് പറഞ്ഞേക്കുന്നത്. സോ അതല്ല ഞാൻ പറയാൻ വന്നേ, നമ്മളെ പേയ്മെന്റ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ 482 വിസ ഗ്രാൻഡ് വേണമെങ്കിൽ തന്നെ നമ്മുടെ മിനിമം സാലറി ത്രഷോൾഡ് ഇപ്പോൾ 79 ആയിട്ടുണ്ട്. 79K മുകളിലായിരിക്കണം എന്നാലേ വിസ കിട്ടത്തുള്ളൂ. അത് താഴെ ആണെങ്കിൽ വിസ കിട്ടത്തില്ല. അപ്പോൾ ഈ ചില റോൾസ് ഉണ്ടല്ലോ, ഈ സപ്പോർട്ട് വർക്കർ അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ ആ റോൾസിന് ചിലപ്പോൾ അത്രയും മൈൻഡ് പണ്ടേ മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ വെളിയിൽ നിന്ന് ഒരിക്കലും ആ ഒരു റോളിന് എടുക്കാൻ പറ്റത്തില്ല. ഒത്തിരി വേക്കൻസി ഞാൻ കാണുന്നുണ്ട്, ഇന്ന സപ്പോർട്ടർ, അങ്ങനെ സപ്പോർട്ടർ, അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് മോസ്റ്റ്ലി ഫേക്ക് ആയിരിക്കും. അങ്ങനെ എടുക്കാൻ അവർക്ക് പറ്റത്തില്ല. ഇല്ല, അവർക്ക് സാലറി വേണം. അതപ്പം ഒരു സ്കിൽഡ് റോൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് സാലറി ഹൈ ആയിരിക്കും. സോ സ്കിൽഡുകാരൊക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. ഇപ്പൊ അൺസ്കിൽഡ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വിസ ഗ്രാൻഡ്. റോബിൻ ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഗൾഫിലെ നല്ല ജോലിയൊക്കെ കളഞ്ഞ് ഓസ്ട്രേലിയക്ക് വരുന്നതുകൊണ്ടുള്ള ഗുണമുണ്ടോ? അതാണ് ഒരു വലിയൊരു പ്രശ്നങ്ങൾ. കാരണം ഈ നമ്മുടെ ഖത്തറിലായാലും അതേപോലെ തന്നെ സൗദിയിലായാലും ഒമാനിലായാലും ദുബായിലായാലും നല്ല ജോലി, നല്ല സെറ്റപ്പിലും അടിപൊളിയായിട്ടാണ് ആൾക്കാർ പോകുന്നത്. അതൊക്കെ ഇട്ട് കളഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് വന്നാൽ അതിൻ്റെതായ ഗുണമുണ്ടോ അതോ? അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഞാൻ വർക്ക് ചെയ്തത് ഒമാൻ മിനിസ്ട്രിയിലാണ്, അവിടുത്തെ ഗവൺമെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. സോ എനിക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റും നല്ല ഒരു സെറ്റപ്പ് ആയിരുന്നു, അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സോ അത് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആക്ച്വലി ഞാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. കാരണം അവിടെ നമുക്ക് ഇത്ര വർക്കില്ല, നമുക്ക് വളരെ കുറച്ച് വർക്കും നമുക്ക് സാലറി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ ഒരു കംഫർട്ടിലിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതായത് നമുക്കൊരു നല്ല ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോൾ വേണേലും നമുക്ക് അവിടെ നിന്ന് പോകേണ്ടി വരും. ഏത് നിമിഷവും നമുക്കൊരു ജോബ് സെക്യൂരിറ്റി കുറവാണ്. അതായത് നമുക്ക് എവരി 2 years ആയിരിക്കും നമ്മുടെ റിന്യൂവൽ വരുന്നത്. സോ അവർക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ റിന്യൂ ചെയ്യാതിരിക്കുക. ഒരുപാട് നേഴ്സുമാരുടെയൊക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത നേഴ്സുമാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്തവണ പുതുക്കുന്നില്ല, യു ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3 or 4 years വർക്ക് ചെയ്ത ആൾക്കാരോട്. സോ അവരെന്ത് ചെയ്യും, ഈ ഒരു ഗവൺമെന്റ് ജോലിയല്ലേ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കമ്മിറ്റ് ചെയ്യും. വലിയ വീടൊക്കെ അങ്ങോട്ട് ലോൺ എടുത്ത് കമ്മിറ്റ് ചെയ്യും. പറ്റത്തില്ല, പണി പാളും. സോ അതുകൊണ്ട് ഒരു ജോബ് സെക്യൂരിറ്റി വൈസ് നമ്മൾ അത്ര ബാലൻസ്ഡ് അല്ല ഗൾഫ് എന്ന് പറഞ്ഞൊരു സ്ട്രെസ് എപ്പോഴും എപ്പോഴും നമ്മുടെ ഉള്ളില് പേടിക്കണം. നമ്മൾ ഒരു കമ്മിറ്റ്മെന്റിന് പാടായിരിക്കും. വൺസ് ഇവിടെ PR ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആയി. നമുക്കിപ്പോൾ ജോലി പോയാലും നമുക്ക് ഇഷ്ടംപോലെ അവൈലബിലിറ്റി ആണ്. ഒന്നും കിട്ടുന്നില്ല, ഏതൊരു റീജിയണലിൽ പോയി കയറാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, ഇവിടെ വേറെ കാര്യം കേട്ടോ, ഇവിടെ ഒരുപാട് നേഴ്സുമാര്, ചിലപ്പോൾ IT പ്രൊഫഷണൽസ്, ഇവരെല്ലാം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഹാൻഡിമാൻ ജോബ് ചെയ്യാറുണ്ട് ബിൽഡേഴ്സ് ആയിട്ട്. ശരി അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നത്. കാരണം ഒരു നേഴ്സിന്റെ ഡബിൾ കൂടുതൽ പൈസ കിട്ടും ഒരു ഹാൻഡിമാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ഇലക്ട്രീഷ്യൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല പേയ്മെന്റ് ആണ്. അതെ. എംപ്ലോയർ നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യും നമ്മൾ എന്തുമാത്രം കമ്മ്യൂണിക്കേഷന് എന്തുമാത്രം ഗുഡാണ്, അത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അവർ അസസ് ചെയ്യും. അത് കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു മാറ്റർ. കാരണം ഇവിടെ ആണെങ്കിലും പേഷ്യൻസ് വന്നിട്ട് നമ്മളെ അടുത്ത് സംസാരിക്കുമ്പം അവർക്കതൊരു കൺസേൺ തരേണ്ട ഒരു ആവശ്യമേ ഉള്ള കാര്യമല്ല. അവനെ ലാംഗ്വേജ് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ
പറഞ്ഞത്, അവർ നോർമലി നമ്മുടെ കെയറിന് വേണ്ടിയിട്ടാണ് വരുന്നത്. സോ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇവിടുത്തെ വർക്ക് കൾച്ചർ എങ്ങനെയുണ്ട്? നിങ്ങൾ ഓസ്ട്രേലിയൻ വൈറ്റ് പീപ്പിളിൻ്റെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത്, അതോ നിങ്ങൾ മൾട്ടി കൾച്ചറിൻ്റെ കൂടെ? മൾട്ടി കൾച്ചറാണ്. ഓസ്ട്രേലിയ എപ്പോഴും മൾട്ടി കൾച്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓസ്ട്രേലിയയിൽ ഒരാൾ മാത്രമല്ല, ഓസ്ട്രേലിയൻസ് ആരും ആകാം. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. സോ ഞങ്ങൾ ഐ തിങ്ക് ഞങ്ങൾ ഇന്ത്യൻസ് ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്, പിന്നെ ചൈനീസ് ഉണ്ട്, ഓസ്ട്രേലിയൻസ് ഉണ്ട്. സോ ഞങ്ങൾ ഒരുപാടുപെട്ട നാഷണാലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു ഹാർമോണിയോടാണ് പോകുന്നത്. റേസിസം ഒന്നുമില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊരു 5 days കൊണ്ട് പറയുന്നത് ശരിയല്ല, ബട്ട് എനിക്കത് ഫീൽ ആയിട്ടില്ല അങ്ങനത്തെ കാര്യം. പേഷ്യൻസ് ആണെങ്കിൽ ആക്ച്വലി അവർ കുറച്ചും കൂടെ നമുക്ക് റെസ്പെക്റ്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒമാനി റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് നാട്ടിൽ നമുക്ക് അത്ര ഒരു റെസ്പെക്റ്റ് എനിക്ക് ഫീൽ ആയിട്ടില്ല. ഇപ്പോഴും കുറവാണെന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം അവർക്കറിയാം നമ്മൾ അവരെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർ വേറൊരു ഹോപ്പും ഇല്ലാതെ വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. അവരെപ്പോഴും അത് എത്ര വലിയ ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മുടെ അടുത്ത് റെസ്പെക്റ്റോടെ സംസാരിക്കത്തുള്ളൂ. അല്ല, പിന്നെ ഇവിടെ ഏത് ജോലിയും റെസ്പെക്ട് ചെയ്യൂല്ലോ ഇവിടെ. അതെ അങ്ങനെ വേറെ വ്യത്യാസം ഒന്നും ഇല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ, കാരണം നാട്ടിൽ നിന്ന് പേരൻസിനുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന എംപ്ലോയീസിന് ഓസ്ട്രേലിയയിൽ ഭയങ്കരമായിട്ട് റേസിസം ഉണ്ടെന്നൊരു പേടിയൊക്കെ ഉണ്ട്. പലപ്പോഴും മീഡിയകളിൽ നമ്മൾ കേൾക്കുന്നത് അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. റോബിനാണ് പുതിയതായിട്ട് വന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും റേസിസം ഇല്ലേ? ഇന്ത്യയിലെന്താ റേസിസം ഇല്ലേ? അല്ല, നമ്മുടെ നാട്ടിൽ റേസിസം ഉണ്ട്, തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട്. അത് ഓരോ വർഷം മാറുന്നതേ ഉള്ളൂ. അതെയോ? നമ്മൾ റേസിസം ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് ഏതെല്ലാം പ്രശ്നമുണ്ട്. അതെ. അപ്പോൾ അതേപോലെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ധൈര്യമായിട്ട് വരാം. കാരണം ഇവിടെ അങ്ങനെ റേസിസം ഒന്നും ഇല്ല. കാരണം നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നു, നമ്മൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, നമുക്ക് മലയാളികളെ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടിയോ? അത് ഞാൻ വന്ന സമയത്ത് ആക്ച്വലി ഞാൻ ഓർത്ത് ഞാൻ ഇവിടെ ആരും മലയാളികളില്ലാത്തൊരു ഏരിയയിൽ പെട്ടുപോയെന്ന് ഓർത്തിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടുത്തെ പള്ളിയുടെ നമ്പർ കിട്ടി, പള്ളിയിലെ ഒരാളുടെ നമ്പർ കിട്ടി. അപ്പോൾ അങ്ങനെ ആ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് ഞാനിങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു 1200 വീടുള്ള പള്ളിയാണ്. ഞാൻ വിചാരിച്ചു നാട്ടിൽ തന്നെയാണോ പോകുന്നത്. അതെ, ഫ്രാങ്ക്ഷൻ ഹോസ്പിറ്റൽ നല്ല മുഴുത്ത ഹോസ്പിറ്റൽ. അത് മെഡിക്കൽ കോളേജ് പോലത്തെ വലിയ ഹോസ്പിറ്റലാണ്, 5 star ഹോസ്പിറ്റലാണ്. അപ്പം നല്ല ബീച്ച് വ്യൂ ഒക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്, അടിപൊളിയാണ്. പക്ഷേ അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു 50% നേഴ്സുമാരും അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും മലയാളീസ്, ഇന്ത്യൻസ്, മലയാളീസ്. എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാവരും ഒരു സീനിയർ, ഒരു 10-15 വർഷത്തിന് മണ്ടലുള്ള ആൾക്കാരാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് വന്നവരൊക്കെ എനിക്ക് കുറവാണ്. മിക്കവാറും ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് വന്നൊരു കുറവാണ്. മിക്കവാറും ആൾക്കാർ ഒന്നെങ്കിൽ യൂറോപ്പ്, UK അവിടെ നിന്ന് വന്ന ആൾക്കാരുണ്ട്, പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. നേരിട്ട് വരുന്നത് കുറവാണ്. പിന്നെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്? ഫുഡ് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്, സത്യം പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും ഞങ്ങൾക്കൊരു ഫ്രൈഡേയിലൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും കൊണ്ടുവരുന്ന ലഞ്ച് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊരു ഹോം മിസ് ചെയ്യത്തില്ല. അവരാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അല്ലാതെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കേരള ഫുഡ് മറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അതെ, നമ്മുടെ കേരളത്തിലെ എല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട് ഇവിടെ. ചേട്ടൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ ഇവിടെ തൊട്ട് ഫ്രാങ്ക്ഷനുള്ള തോമസ് ചേട്ടൻ, ചേട്ടൻ്റെ കടയിൽ എല്ലാം ഉണ്ട് കേട്ടോ. ചക്കപ്പുഴുക്കൊക്കെ ചൂടാക്കുക അടിക്കുക, സൂപ്പർ ചക്കപ്പുഴുക്ക വിത്ത് എന്താണ് കണ്ണിമാങ്ങയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പം റോബിനാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്, നല്ല പേ ഉണ്ട് ഇവർക്ക്. ഇവിടെ തന്നെ നമുക്ക് എംപ്ലോയറെ കണ്ടുപിടിച്ച് നമുക്ക് വരാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് മണി ഇൻവോൾവ്ഡ് ആണ്. അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് പൈസ ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് വില്ലിങ് ആണോ എന്നുള്ള കാര്യമാണുള്ളതാണ്. ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിലും ആ പൈസ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രോപ്പർ വഴി കൂടെ തന്നെ പോകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ പറയുന്നത്, ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓസ്ട്രേലിയക്ക് വരാനായിട്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നല്ലൊരു സാഹചര്യമാണ് എങ്കിൽ വരേണ്ട കാര്യമില്ല. അവിടെ തന്നെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഒന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യണം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു പോകണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാമെന്ന് വെച്ചാൽ, നമ്മൾ
ഈ ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെ പറ്റി റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫീൽഡിൽ എന്താണ് വേണ്ടത്, നമ്മുടെ ഫീൽഡിൻ്റെ എങ്ങനെയാണ് അവിടെ ചെന്നാൽ നമ്മുടെ ലൈസൻസിങ് എങ്ങനെയാണ്, നമ്മൾ അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ. ഇപ്പോൾ വിസയുടെ കാര്യങ്ങളാണെങ്കിൽ ആ വിസയെ പറ്റിയിട്ട് പഠിക്കുക, ഇത് എങ്ങനെയാണ് വിസ, എന്തൊക്കെ ചെയ്യുക, ഇതിൻ്റെ ക്രൈറ്റീരിയസ് എന്താ, അതൊക്കെ കുറച്ച് റിസർച്ച് ചെയ്യുക. കാരണം എനിക്ക് റിസർച്ച് ചെയ്ത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരാൾ പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അവർ നമുക്ക് എന്ത് ആവശ്യമില്ലാത്ത വാഗ്ദാനം തന്നാലും നമുക്കറിയാം, ഓക്കെ നമുക്ക് ഇങ്ങനെ പോയാലേ ഇത് കിട്ടത്തുള്ളൂ എന്നറിയാം. അതുപോലെ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ കുറേയും കൂടെ നമുക്ക് ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കിട്ടാനും എല്ലാം നല്ലത്. എല്ലാ കാര്യത്തിനും റിസർച്ച് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതെ, എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഗൂഗിളിൽ അടിച്ച് നോക്കി കണ്ടുപിടിക്കുക. ഇവരുടെ സൈറ്റിൽ സത്യം പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുന്നത് ഞാൻ ഒരു ഏജൻസി ഇല്ലാതെ എടുത്തത്. എൻ്റെ സ്വന്തം ആഫർ രജിസ്ട്രേഷൻ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഈ നേഴ്സുമാരൊക്കെ എനിക്ക് കുറേയും കൂടി തേർഡ് പാർട്ടിക്ക് കൊടുത്ത് കുറേ കാശ് വെറുതെ എനിക്ക് എൻ്റെ പൈസ ഈ ആഫറിക്ക് കൊടുക്കേണ്ട പൈസ അവിടെ കൊടുക്കേണ്ട വന്നിട്ടുള്ളൂ. കാരണം ഇവരോട് എന്ത് ചോദിച്ചാലും ഇവരെല്ലാത്തിനും റിപ്ലൈ ഉണ്ട്, ഇവരുടെ ഹെൽപ്പുണ്ട്. എന്ത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്നുള്ളത് അവർ കറക്റ്റ് പറഞ്ഞുതരും. ഇന്ന സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ സംശയം തോന്നുകയാണെങ്കിൽ നമ്മളൊരു മെയിൽ ഇട്ടാൽ മതി, ഡെഫിനറ്റ്ലി തിരിച്ച് അവർ റിപ്ലൈ തരും. കറക്റ്റ് രീതിയിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു തരും. അതുവരെ ആ മെയിൽ മെൻഷൻ ആയിരിക്കും അടുത്തത് ചെയ്യണം. കാരണം അത് ഇവർക്കും ഹെൽപ്ഫുള്ളാണ്, അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഓഫീസിൽ ഇരിക്കുന്നവർക്കും ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ സാധനം വന്നു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് പോകാമല്ലോ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് റോബിനുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്കിത് കാണാം. അതേപോലെ തന്നെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അപ്പം ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും യു ആർ മോസ്റ്റ് വെൽക്കം. എല്ലാവർക്കും വരാം. ഓക്കെ, താങ്ക് യു റോബിൻ. താങ്ക് യു.